നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കട ഉടമസ്ഥനാക്കി മാറ്റുകയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. കൈ എവിടെ? കയ്യല്ല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങൾ ഒറ്റെണ്ണത്തിന് സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടവന്മാർ എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയാലും എഴുന്നേറ്റ് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. ഞാൻ കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ് ഒരു ഫോട്ടോ എടുത്തേ. പടം എടുക്കുന്നു. ഒരു ഫോട്ടോ റെഡി. ഇനി കൊടുത്തേ കൊടുത്തേ. കയ്യടി 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 കയ്യടി. അമ്മേ നോക്കമ്മേ. നടക്കൂ, നടന്നോളൂ. ഇരുന്നോ. അവിടെ ഭഗവാനെ, എത്ര പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ കാല് വെച്ചോടുന്നു. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. ദേ, ഇനി ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ മറ്റേ കാര്യണ്ടാ. ഇനി കത്തില്ല കത്ത അങ്ങോട്ടും നടത്തിപ്പിച്ച് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഒക്കെ ഞാൻ ശരിയാക്കാം. സമാനായിട്ടിരിക്കും. എവിടെ എല്ലാം ശരിയായിട്ടുണ്ടോ? നടക്ക്. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച ഈ താക്കോണ്ട് പിടിച്ചോളൂ. ഫോട്ടോഗ്രാഫർ എവിടെ? റെഡി പ്ലീസ്. എടുത്തു. കട അങ്ങോട്ട് തുറക്കണോ? വെച്ചോളൂ. കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ. ഇല്ല. ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങാം. വരി വരിയായിട്ട് നിൽക്കുക. എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. ഒരു പാക്കറ്റ് ഷാമ്പു വന്നേ. എന്താ പറഞ്ഞു? നന്നായി വരും. ഒരു 2 പാക്കറ്റ് മിഠായി എടുത്തേ. ഇത് മതിയോ? മതി, അത് മതി. ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടിയൊക്കെ കുതിരി മിഠായി കുറച്ച് സ്ഥലം തരൂ. ഞാൻ കൊടുക്കാം. കുട്ടികളുടെ സന്തോഷം. വൈശാലിവിള വൈശാലിവിള ടൗണിലൊന്നും കിട്ടില്ല, കോയമ്പത്തൂർന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ലാത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക.
ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈയോട്. ഉത്രട്ടാതിയ നക്ഷത്രം? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ, എന്താ വേദനിച്ചോ? ഇല്ല. എന്താ വേണ്ടത്? മിഠായി. കയ്യൊന്ന് ഒഴിഞ്ഞോട്ടെ, ഇപ്പൊ തരാട്ടോ. അവനിപ്പോ വരും അമ്മമ്മേ. പീടിയെ പൂട്ടി കടവും കിടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകിട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലയാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മയുണ്ടാവണം. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? നാരായണ ആ, നാരായണ തായി എത്തിയില്ലോ. നാരായണ. ആവോ, ഇപ്പൊ കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. രണ്ടു കാലും ഉള്ളമാതിരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി. ആ ഇപ്പൊ നടക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ? സുഖം. കാലങ്ങനെ വിങ്ങുക. ഇങ്ങോട്ടിരുന്നത്. അമ്മമ്മ അവിടെ ഇരുന്നോളൂ. ആ, അതെന്തിനാ അഴിക്കുന്നേ? അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനി? മുത്തശ്ശന് മുൻവരിയില് സ്വർണം കെട്ടിച്ച 4 വെപ്പ് വല്ലതും ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ടാ കിടക്കാറ്. ഇതും അവിടെ ഇരുന്നോട്ടെന്നേ. പകല് മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു. ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി വയ്യ. അമ്മേ. 60, 60, 30, 90. ദാ ഈ ഇരിക്കണത് കൂട്ടിയോ മോനെ? ഓഹോ, ഞാനത് വിട്ടുപോയി. അതാ കണക്ക് ശരിയാവണ്ടിരുന്നത്. നാട്ടൊന്നും കിട്ടിയില്ലേടാ. നോട്ടൊക്കെ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ദാ ഇത് മുഴുവനും ലാഭം കിട്ടിയതാണോടാ? കച്ചവടം തുടങ്ങിയല്ലുള്ളൂ, ലാഭമൊക്കെ വരാൻ പോകുന്നുള്ളൂ. കുറെ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം. നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ. അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് ശരിക്കൊന്ന് ജീവിക്കാൻ. എന്തൊക്കെ ആശകളുണ്ടെന്നറിയോ മനസ്സിലെ? എന്തിനാ അതെടുത്ത് കളഞ്ഞേ? വെറുതെ പുലുവലാവും. ആരുടെ പഴന്തുണി? ആരാ ഇവിടെ എങ്ങനെയൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത്? അതാ അപ്പൂട്ടിയാ. ആരായാലും എന്താ, ഒരു കടയുടെ ഉമ്മറത്താണോ ഇതൊക്കെ കൊണ്ടിടുന്നത്? കണ്ടോ, ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമല്ലേ ഇത്? ഏതായാലും അവൻ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടില്ലേ പ്രശ്നമാവും. സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല.
എന്താ വേണ്ടത്? 1.5 കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പോണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ നീ എടുത്തു കളയും അല്ലേടാ? അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ടാ, ചെന്ന് എടുത്തോണ്ടാ. എന്താടാ നീ തൊടാൻ എത്ര മടി? ആ മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. വലിയ മിടുക്ക് കാണിച്ചാലുണ്ടല്ലോ, ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ഞാൻ ചവിട്ടും. ഒരു പട്ടി അപ്പൂട്ടോട് ചോദിക്കത്തില്ല, മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസറ എടുത്തേ. തീപ്പം വേണ്ട. പീടി സിഗരറ്റ് മുറുക്കാൻ തണുത്ത സോഡ കുടിച്ചു പോവാം. കേട്ടോ. ശീതപാനീയങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. മനസ്സും ശരീരവും തണുപ്പിക്കാം. പീടി സിഗരറ്റ് മുറുക്കാൻ നാരങ്ങ വെള്ളം, തണുത്ത സോഡ. നാരങ്ങ വെള്ളം, തണുത്ത നാരങ്ങ വെള്ളം, തണുത്ത സോഡ, നാരങ്ങ വെള്ളം. സോഡ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം, സോഡ, തണുത്ത സോഡ കുടിച്ചു പോവാം. സോഡ നാരങ്ങ വെള്ളം. സോഡ നാരങ്ങ വെള്ളം. പീടി സിഗരറ്റ് മുറുക്കാൻ നാരങ്ങ വെള്ളം. മധുരം മുറുകി പോവാം കേട്ടോ. ഓറഞ്ച് മധുരം. കൺമിഷൻ ചാർത്തൊക്കെ വന്നിട്ടുണ്ട്, നോക്കണോ? വേണ്ട. ഇല്ലേ, കരിമണി മാലയുണ്ട്, ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ, 36 ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ.